ഇവിടെയുള്ള ചിത്രങ്ങളിലെല്ലാം തന്നെ സ്പ്രേ പെയിന്റ്സിന് പകരമായിട്ട് ബ്ലഡ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്ന കാര്യം ആനും എല്ലാവരെയും തന്നെ അറിയിക്കുന്നു. അതൊന്നും കേട്ടിട്ട് വിശ്വാസം വരാത്ത ടീം ലീഡും പ്രത്യേക തരത്തിലുള്ള ഒരു ലൈറ്റൊക്കെ ഓണാക്കി കഴിയുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ള കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുകയാണ്. ടീം ലീഡും ആനിന്റെ പിറകെ ചെന്നതിന് ശേഷം നീ ആനല്ല എന്നൊരു തോന്നലൊക്കെ എനിക്ക് തോന്നുകയാണെന്ന് അവന്റെ അടുത്ത് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആനിനും ഒരു സംശയമൊക്കെ തോന്നുകയാണ്. സത്യം പറ, നിന്റെ മേത്ത് പ്രേതം കയറിയതല്ലേ, നിനക്ക് പല രീതിയിലുള്ള മാജിക് ട്രിക്സ് ഒക്കെ കാണിക്കുവാനായിട്ടും അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടീം ലീഡും അതിനൊരു തമാശയായിട്ടൊക്കെ കാണുന്നു. ടയ്യോ ഇപ്പോൾ സെക്രട്ടറിയുമായിട്ട് ക്യൂച്ചോൾ ആളുകളെ കൊന്ന സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും ആനും ടയ്യുവിനെ തടയുന്നു. ടയ്യുവും ആനിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് കണ്ടതിനെ കുറിച്ചൊക്കെ അവനും ഓർക്കുന്നു. ഇവിടെ ഒരു ക്രൈം ഒക്കെ നടന്നിരിക്കുകയാണ്, ഞങ്ങളും അതിന്റെ പരിശോധനയിലാണ് ഉള്ളത്. ക്രിമിനൽസ് ആകട്ടെ അവർ ക്രൈം ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചെത്തുമെന്നൊക്കെ പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്ന് ആനും അവന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ ടയ്യോവും ഒന്നും അറിയത്തില്ലാത്തതുപോലെ ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നതെന്നൊക്കെ ആന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒരു പക്ഷേ നീയാണ് കൊലപാതക എന്ന് പോലും ആളുകളൊക്കെ പറഞ്ഞു ഉണ്ടാക്കുമെന്നൊക്കെയാണ് ആനും പറയുന്നത്. ടയ്യോന്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയുടെ പേരൊക്കെ ആനും ചോദിച്ചു മനസ്സിലാക്കുന്നു. സെക്രട്ടറി ആകട്ടെ എന്തിനാണ് എന്റെ പേരൊക്കെ ചോദിച്ചതെന്ന് ആന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അടുത്തതായിട്ട് നിന്നെയാണ് കാണാതാകുന്നതെങ്കിലോ എന്നായിരുന്നു ആനിന്റെ മറുപടി. ഞാനൊരു കൊലപാതകയാണെന്നൊന്നും ആരുടെയും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാക്കുകയില്ലല്ലോ. സാധാരണ വ്യക്തിയെ പോലെ തോന്നിക്കുന്ന ആളുകൾ പോലും കൊലപാതകികളാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നൊക്കെ ആനും ടൈന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു. ടയോൻ ഇപ്പോൾ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. വഴിയിൽ വെച്ച് സെക്രട്ടറിനെയൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം ആനിനെ കുറിച്ചൊക്കെ ടയോ കൂടുതലായിട്ട് ആലോചിക്കുന്നു. വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നതും ആൻ തന്നെ ആയിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകം എന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനും ഇപ്പോൾ ഗ്യൂച്ചോൾ ചെയ്തിട്ടുള്ള 15 കൊലപാതകങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ടയോന്റെ കൂടെയുള്ള ആളുകൾ ഗ്യൂച്ചോളിന്റെ ബോഡിയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ആലിൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന കാര്യം ടയോ മനസ്സിലാക്കിയിരിക്കുന്നു. ടയോ കൊലപാതകം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ആനിന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. ആനും ഇപ്പോൾ അതൊരു റിപ്പോർട്ടറിനെയൊക്കെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും അയാളും ഇന്ന് തന്നെ ഇത് രാത്രി ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്ന് ആനിന് വാക്ക് നൽകുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ചീഫും ഇത്രയും വലിയൊരു കൊലപാതകമൊക്കെ കണ്ടെത്തിയത് കൊണ്ട് എല്ലാവർക്കും പ്രൊമോഷൻ നൽകുന്നതായിരിക്കുമെന്നൊക്കെ അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ടീം ലീഡിനും ഒരുപാട് സന്തോഷമാകുന്നു. ഗ്യൂച്ചോളിന്റെ ലാപ്പിൽ നിന്നും കുറച്ച് വീഡിയോസ് ഒക്കെ നീ ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്ത് വീഡിയോസ് ആയിരുന്നുവെന്ന് ചേഹുണും ആന്റെ അടുത്ത് ചോദിക്കുന്നു. ഗ്യൂചോളിനെ ടൈവു കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ അത് പണ്ടേ നശിപ്പിക്കപ്പെട്ടേനെ. അതുകൊണ്ടായിരുന്നു ഞാനും അത് ഏൽപ്പിക്കാതിരുന്നത്. ഇപ്പോഴാകട്ടെ ഞാൻ അതൊരു റിപ്പോർട്ടറിനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. അയാളും ഇന്ന് രാത്രിയിലത്തെ ന്യൂസിൽ അതെല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും. ടയ്യോന് ഉറപ്പായിട്ടും ശിക്ഷ ലഭിക്കുമെന്ന് ആനും ചിഹുന്റെ അടുത്ത് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മേനെ കാണുന്ന ആനും എന്താണ് അവരുടെ കേസ് എന്നൊക്കെ ചിഹുന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോഴായിരുന്നു അവരുടെ വീട്ടിൽ ആരോ ഒരാൾ കുറെ പണമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആര് നൽകിയതാണെന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അവർ അപ്പോൾ തന്നെ പോലീസിന് റിപ്പോർട്ട് നൽകി. പോലീസും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു അവരുടെ വീട്ടിലെ പണം കൊണ്ടുവന്ന് വെച്ച ആള് ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ടുള്ളതെന്ന കാര്യം ചീഹുണും അറിയിക്കുന്നു. പോലീസുകാർ അമ്മയെ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും തനിക്കൊന്നും തന്നെ അറിയിക്കുകയില്ല എന്ന് മാത്രമായിരുന്നു അമ്മയുടെ മറുപടി. മരിച്ചതിന് ശേഷം പോലും എനിക്ക് നല്ലൊരു കാര്യം ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ആനും വിഷമിക്കുകയാണ്. അമ്മ അവിടെ നിന്നും പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ആനും അമ്മയെന്ന് വിളിക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അമ്മയും തിരിഞ്ഞു നോക്കുന്നു. പക്ഷെ ആന് അങ്ങനെ വിളിച്ചതിൽ അമ്മയോട് ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാലമായിട്ട് എന്നെ അങ്ങനെ ആരും വിളിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നീ വിളിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ നൽകിയെന്ന് അമ്മയും പറയുകയാണ്. അമ്മയുടെ ഷൂസിന്റെ ലേസൊക്കെ അഴിഞ്ഞു കിടക്കുന്നത് കാണുന്ന ആനും അതൊക്കെ കെട്ടിക്കൊടുക്കുന്നു. പിന്നീട് ലേസ് ഒന്നും ഇല്ലാത്ത ഷൂസ് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് അവൻ അമ്മയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഇത് എന്റെ മകൻ ആദ്യമായിട്ട് എനിക്ക് മേടിച്ചു തന്ന സമ്മാനമാണെന്ന് അമ്മയും ആനിനോട് പറയുന്നു. അതൊക്കെ കേൾക്കുന്ന ആനും പണ്ട് ഈച്ചയായിരുന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. മകൻ മേടിച്ചു തന്ന ഷൂസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പോഴത്തേക്കും അവനും എന്റെ ഒപ്പം ഉള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാറുള്ളതെന്ന് അമ്മയും അറിയിക്കുന്നു. അമ്മ എന്തിനാണ് ആ ഒരു പണമൊക്കെ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് പോയത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമുണ്ടായത്? അമ്മയ്ക്ക് ആ പണം എടുത്തുകൂടായിരുന്നു എന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മകന്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അവന്റെ ജീവന് പകരമായിട്ടാണ് ഈ ഒരു പണമൊക്കെ കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ശിക്ഷയായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അമ്മയും അറിയിക്കുന്നു. അത്രയും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അവനും ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു.
അമ്മ വീട്ടിലത്തേക്ക് കഴിയുമ്പോഴത്തേക്കും ആരോ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്ന ശബ്ദം അമ്മ കേൾക്കുകയാണ്. പക്ഷെ വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അമ്മയ്ക്ക് കഴിക്കുവാനായിട്ടുള്ള ഫുഡൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് അമ്മ ശ്രദ്ധിക്കുന്നു. ആനായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ആ ഒരു ഫുഡൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവനും പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ അവന്റെ മുമ്പിലേക്കായിട്ട് എത്തുന്നു. ആൻ ചൂഹന്റെ ബോഡിയിൽ ആയിരുന്ന സമയത്ത്, അതായത് ആ ഒരു ഫിക്സറാണ് ചൂഹൻ. ബോസിന്റെ കയ്യിൽ നിന്ന് പണമൊക്കെ തട്ടിയെടുത്തിട്ട് കാമുകിയുമായിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച ഒരാളുണ്ടല്ലോ. ഏറ്റവും ഒടുവിലായിട്ട് കാമുകിയുടെ കൈകൊണ്ടും അയാൾ കൊല്ലപ്പെട്ടു. സോ അയാളായിരുന്ന സമയത്ത് അയാളെ പിടിക്കുവാനായിട്ട് കുറെ ആൾക്കാർ ഓടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓടി വന്ന കൂട്ടത്തില് ഒരാളായിരുന്നു ഇത്. അയാൾ ബൈക്കൊക്കെ റേസ് ചെയ്തുകൊണ്ട് വന്ന സമയത്ത് ഒരു അപകടം കാരണമാണ് ഇയാളുടെ മുഖത്തിനൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നതും. അയാൾ ഇപ്പോൾ ആനിനെ കുത്തി കൊല്ലുവാനായിട്ടും ശ്രമിക്കുന്നു. ടൈം അച്ഛന്റെ റൂമിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കവറൊക്കെ തുറന്നു നോക്കുകയാണ്. അതിനകത്താകട്ടെ ടൈയും അഡ്വക്കേറ്റും കൂടി ഒന്നിച്ച് യാത്ര ചെയ്തതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഗുണിയനെയും ജിസുവിനെയും വണ്ടി ഇടിപ്പിച്ച് കൊന്നിട്ടുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് ആണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പക്ഷെ അന്ന് വണ്ടി ഓടിച്ചത് അഡ്വക്കേറ്റ് ആയിരുന്നില്ല, മറിച്ച് ടയ്യു ആയിരുന്നു എന്നതിന്റെ തെളിവുകളാണ് അതെല്ലാം തന്നെ. അങ്ങനെ ഇരിക്കെ റൂമിലേക്ക് കടന്നു വരുന്ന അച്ഛനും ടയ്യുവിനോട് ഒരു കാര്യം പറയുകയാണ്. അവരുടെ വീട്ടിൽ മേടിക്കുന്ന വളർത്തുമൃഗങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ കൊല്ലുന്നത് ടയ്യു ആണെന്ന് അറിഞ്ഞിട്ട് പോലും അച്ഛനും പ്രതികരിക്കാതിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ മനുഷ്യരെ കൊല്ലുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അച്ഛനും ഇപ്പോൾ അതിന്റെയൊക്കെ പേരിൽ ടയ്യോന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. അച്ഛൻ ഇതെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അടുത്ത് നാണക്കേടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്, അതോ ഭയമായിരുന്നോ എന്ന് ടയ്യും അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ പണ്ട് മുതലേ രാജാക്കന്മാരുടെ കഥയൊക്കെ അടങ്ങിയ ബുക്കുകളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതിലാകട്ടെ രാജഭരണമൊക്കെ സ്വന്തമാക്കുവാനായിട്ട് സഹോദരങ്ങളെ പോലും കൊല്ലുന്ന രാജാക്കന്മാരെ കുറിച്ചുള്ള കഥകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലാകട്ടെ സഹോദരങ്ങളെ മാത്രമായിരുന്നില്ല, വേണ്ടി വന്നാൽ അച്ഛനെ പോലും കൊല്ലുവാൻ മടിക്കാത്ത രാജാക്കന്മാരും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടയ്യുവും അച്ഛനെ ഒന്ന് പേടിപ്പിച്ചിട്ടൊക്കെ പോകുന്നു. അച്ഛനോടുള്ള ദേഷ്യത്തില് സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് ടയ്യു പോകുകയാണ്. പിന്നീട് ഒരു വണ്ടിയുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് എല്ലാ ദേഷ്യങ്ങളും ആ ഒരു വണ്ടിയുടെ ഓണറിന്റെ അടുത്ത് കാണിക്കുന്നു. അതായത് ആ ഒരു ഓണർ ആരാണെന്ന് അറിയിക്കുകയില്ലെങ്കിൽ പോലും അയാളെ കുത്തിക്കൊല്ലുവാനായിട്ട് ടൈ ശ്രമിക്കുകയാണ്. അവിടെ നിന്നും ടയ്യു നേരെ പോയിട്ടുണ്ടായിരുന്നത് പള്ളിയിലേക്കായിരുന്നു. നേരത്തെ ഗ്യൂച്ചോൾ പറഞ്ഞ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ, അതേ കാര്യങ്ങളാണ് ടയ്യു ഇപ്പോൾ മറ്റൊരു രീതിയിലൂടെ പറയുന്നത്. അതായത് ഒരാൾ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്നൊക്കെ സാധാരണ രീതിയിൽ തീരുമാനിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ഇരിക്കെ അവനും ഒരു ദൈവമാണെന്നൊക്കെയാണ് അവിടെ ചെന്ന് അവൻ പറയുന്നതും. പിന്നീട് അവൻ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനൊരു കോളും വരുന്നു. അതായത് ടയ്യു ഗ്യൂച്ചോളിനെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നും ആ ഒരു വീഡിയോ ഇന്ന് രാത്രി തന്നെ ടിവിയിലൊക്കെ കാണിക്കുന്നതായിരിക്കുമെന്നുമാണ് അതിൽ പറയുന്നത്. ആനിനെ കൊല്ലുവാനായിട്ട് ടയ്യു ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ടയ്യു ഇപ്പോൾ അയാളെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കോളൊക്കെ എടുക്കുന്നത് അങ്ങനായിരുന്നു. അതായത് അയാൾ ആനിനെ കുത്തുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആന ആ ഒരു കത്തിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയുടെ കൈക്ക് മാത്രമാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത്. നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടയ്യുവും ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ആനിന്റെ അടുത്ത് തയ്യാറായിരുന്നെങ്കിൽ പോലും ആനും ടയ്യുവിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പണ്ടത്തെ ആ ഒരു ബോസിനെ തന്നെയാണ് ഇപ്പോൾ ആൻ പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ആനും അയാളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ 12 വർഷമായിട്ട് ആൻ ചെയ്യാതിരുന്ന വർക്ക് എല്ലാം തന്നെ അവനിപ്പോൾ 2 ആഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ടീം ലീഡും ആനിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു. ആനിനെ കമ്മീഷണർ വിളിപ്പിച്ചിരിക്കുകയാണ്. ആനും കമ്മീഷണറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച് ഒരു അഡ്വക്കേറ്റിനെ കാണുന്നു. പണ്ട് ടൈസാങ് ആയിരുന്ന സമയത്ത് ജിയങ്ങിനെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നതും ഇതേ അഡ്വക്കേറ്റ് തന്നെ ആയിരുന്നു. ആൻ കമ്മീഷണറെ കാണുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ കമ്മീഷണർ മാത്രമായിരുന്നില്ല, ടയ്യു കൂടി ഇരിപ്പുണ്ടായിരുന്നു. ടയ്യുവിനെയും ആനിനെയും തനിച്ചാക്കിയതിനു ശേഷം കമ്മീഷണറും പുറത്തേക്ക് പോകുന്നു. ആനുമായിട്ട് ഒരു ഡീലൊക്കെ സംസാരിക്കുവാനായിട്ടായിരുന്നു ടയ്യു എത്തിയിട്ടുണ്ടായിരുന്നത്. ആനിന് പണമാണെങ്കിലും പ്രശസ്തി ആണെങ്കിലും അതല്ല മറ്റേതെങ്കിലും പദവികളാണെങ്കിലും അതെല്ലാം തന്നെ കൊടുക്കുവാനായിട്ട് തയ്യാറാണെന്നും ടയ്യു പറയുന്നു. നീ ഇപ്പോൾ ഈ ഇരിക്കുന്ന പേപ്പറിൽ ഒന്ന് സൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നിന്നെ അടുത്ത കമ്മീഷണർ ആക്കുവാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ടയ്യു ഒരു പേപ്പറൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ആനും അതിൽ സൈൻ ചെയ്യുവാനായിട്ട് പേനയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവൻ സൈൻ ചെയ്യാതെ ആ ഒരു പേപ്പറൊക്കെ കീറിക്കളയുകയാണ്. നിനക്ക് പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന് ടയ്യു ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. എനിക്ക് നിന്നെ പിടിച്ചു കൊടുക്കുവാനൊക്കെ സാധിക്കുകയാണെങ്കിൽ നീ ശരിക്കും ദൈവമല്ല, മറിച്ച് ഭ്രാന്തുള്ള ഒരു മനുഷ്യനാണെന്നുള്ള സത്യം നിന്നെ എനിക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ആൻ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ രാജ്യത്ത് എന്ത് ചെയ്യുവാനുള്ള അധികാരവും തനിക്കുണ്ട് എന്ന് ടയ്യു പറയുകയാണ്. പക്ഷേ ടയ്യുവിന്റെ അടുത്ത് ആൻ പറയുന്നത് നിനക്കെന്നെ എന്ത് ചെയ്യുവാനാണ് സാധിക്കുക, കൂടിപ്പോയാൽ കൊല്ലുവാൻ കഴിയുമായിരിക്കും, അത്രമല്ലേ ഉള്ളൂ എന്ന അവന്റെ ചോദ്യമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നിനക്കെന്താ 9 ജീവൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ
ടൈയും അതിശയത്തോടു കൂടി തന്നെ അവനോട് ചോദിക്കുന്നു. നമ്മൾ പോലും അറിയാതെ പല പല ജന്മങ്ങളിലായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു ബന്ധമെല്ലാം തന്നെ ഈ ഒരു ജന്മം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവനോട് മുകളിലത്തെ നിലയിലേക്ക് വരുവാനായിട്ട് ആനും ആവശ്യപ്പെടുന്നു. ഇനി ആനയും ജീവനും കൂടി വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ പ്രതീക്ഷിക്കുന്ന വാർത്ത ആയിരുന്നില്ല അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടൈയോ ഗ്യൂച്ചോളിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതമൊക്കെ നടത്തുന്നതായിരുന്നു ആ ഒരു വാർത്തയിൽ ഉണ്ടായിരുന്നതും. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.